ഞാൻ ചെറിയൊരു മെമിക്രി എടുക്കാൻ വേണ്ടിയാണ് ചാൻസ് വെച്ചത്. എന്റെ പേര് ബാബു എന്നാണ്, മലപ്പുറത്താണ് വരെ. അവിടെ കുറച്ചായിട്ടുള്ള ഇങ്ങനെ ചെടിയെടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് അളിയൻ എന്നോട് കൊണ്ടുവന്നാക്കി. ഇപ്പൊ ചെറിയ 2-3 മെമിക്രി ഐറ്റംസ് എടുക്കാച്ചിട്ടാണ്. ഈ പ്രാവശ്യം പഞ്ചായത്ത് മേള നടന്നത് ഞങ്ങളുടെ നാട്ടില്. പഞ്ചായത്ത് മേളയിൽ എനിക്കാണ് മെമിക്രിക്ക് സെക്കൻഡ് കിട്ടിയത്. അതാണ് ഞാൻ മെയിനായിട്ട് ചാൻസ് വെച്ചത്. അപ്പൊ വെച്ചാല് ഇങ്ങനെ ഓരോ പരിപാടി നടത്തിയാല് നമ്മളെ ഈ സിനിമന്റെ ഒക്കെ ആൾക്കാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പങ്കെടുത്താല് സിനിമന്റെ ഒക്കെ ആൾക്കാരുണ്ടാവും. അതുപോലെ കണ്ടു കഴിഞ്ഞാൽ സിനിമക്കൊക്കെ ചാൻസ് ഉണ്ട് തന്നെ എല്ലാവരും. സെക്കൻഡ് ഒരുപാട് ആൾക്കാരില്ല, 2 ആൾക്കാർ, ഞാനും കുഞ്ഞേമ്മോ. ഫസ്റ്റ് ആണ് സെക്കൻഡ് ഉണ്ട്. അതിന്റെ ശേഷം കല്ലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ 10-12 കൊല്ലം ടീമിന്റെ കൂടുതൽ ഹെൽപ്പർ ആയിട്ട് പോയത് വാർപ്പിന്റെ പണിയില്ല, ഞാനാ മെയിൻ ഹെൽപ്പർ. അതിന്റെ ഇടയിലാണ് ഇവിടെ അളിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അളിയാൻ പോയപ്പോ ഞാൻ ഇവിടെ ആക്കിയത് ഹെൽപ്പർ, ഞാൻ മെയിൻ മേസിലേക്ക് കഴിഞ്ഞാൽ മുകളിൽ കയറി വെയിലും മയക്കം കൊള്ളണം. ഇതാകുമ്പോ കുട്ടിയുടെ ഒളിച്ച് നമ്മൾ വൈകുന്നേരം 900 അങ്ങനെ കഴിഞ്ഞിട്ട് പോയത്. അതിന്റെ അടുത്ത് ഞാനൊന്ന് ഗൾഫ് പോയി. ആ ക്യാമ്പിലാണ് ഈ കോട്ടയം നസീറും പിസാനയുടെ കണ്ട് അടിച്ച് കയറി പോയത് മെമിക്രിയില്. ഞാൻ ആ പോക്ക് പോകാനിട്ട് ആ സിനിമ എത്തിണ്ടാവും. ഞാൻ ഏതോ ഒരു ഗുദാമില് കാണാൻ ഞാൻ ആദ്യമായിട്ട് ഗൾഫ് പോയപ്പോ എന്റെ അച്ഛമ്മയില്ല. അച്ഛമ്മക്ക് എന്നെ ഭയങ്കര സ്നേഹമുണ്ട്. ഞാൻ പോണ സമയത്ത് അച്ഛമ്മ കുറച്ച് അരി പൂവൊക്കെ ആയിട്ട് വന്നിട്ട് 5-6 വട്ടം കണ്ട് ഒഴുകിയിട്ട് പറയും എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല, എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. തള്ള പറഞ്ഞ മാറ്റല്ല, 1.5 കൊല്ലം നിന്ന് ഒന്നുമില്ലാതെ വന്നത്. പിന്നെ അത് പോയിട്ടില്ല. അപ്പൊ എന്റെ ചെറിയ 2-3 ഐറ്റംസ് ആണ്. നമ്മൾ ഈ സിംഗാരിമേളം തമ്പോലൊക്കെ ഇല്ല, വലിയ ചെണ്ടല്ലേ ആ പും നരിക്കണ ആ ചെണ്ടന്റെ മ്യൂസിക് എടുത്തിട്ടാണ് എനിക്ക് സെക്കൻഡ് കിട്ടിയത്. ആ ഐറ്റംസ് എടുക്കാൻ പോണത്. അന്ന് പുറത്തുള്ള എല്ലാവരും എടുത്തേക്ക് അങ്ങനെ വന്നോളെ. ഇത് 2-3 ഐറ്റംസ് ഉള്ള വേഗം അയച്ചിലാക്കി തരും. ആ വടിക്കണം വടി, ഞങ്ങളവിടെ വടി എന്ന് പറയുന്നത് വലുത് വടിപ്പോ. അപ്പൊ മറ്റേ അതില്ല തബലന്റെ ഒക്കെ എടുക്കും, തബല ഡീജന്റെ ഇതൊക്കെ എടുക്കും. മറ്റേ വലിയ നമ്മൾ ഉദ്ഘാടനത്തിനൊക്കെ കാണൂല്ലേ, ആ വലിയ ചെണ്ടല്ലേ അതിന്റെ ബേസിക് എടുക്കാൻ പോണത്. അപ്പൊ ആ മുട്ടിനനുസരിച്ച് ഒന്ന് കൈയടിച്ചോളി, ഒന്ന് കൈയടിച്ചോളി, ഉറക്കടിച്ചോളി. അപ്പൊ ഡ്രസ് ഇല്ല ഈ ഇത് ഒച്ചാലും കുട്ടിക്കോട്ടോ. അത് പോയി അല്ല വാസൊക്കെ പോയി, അല്ല വാസന സോറി ഈ പെട്ടിയിൽ വെച്ചാൽ പോയി. അത് പെട്ടിന്റെ പോയി 10 കൊള്ളും മൈക്കോ കയ്യടിച്ചോളിട്ടാ. ഞാൻ തരാ സെറ്റിങ്സ് കണ്ടിട്ട് ഞാൻ മെയിനായിട്ട് ഞാൻ ചോദിച്ചാണ്. കൈമല മാത്രമല്ല മൈക്കളൊക്കെ ആയിട്ടോ ഒന്നായിട്ട് കോടയാണ് അങ്ങനെ കൊടുത്തത്. എന്നാലും പാടില്ല ഇങ്ങനത്തെ പരിപാടിക്ക് ചെറുക്കില്ല ഐറ്റംസ് എടുക്കുമ്പോൾ ചെറുക്കില്ല കിട്ടലില്ല. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമാണ് ജനറേറ്റർ. അവിടെ അപ്പുറത്തോളം ഇതാക്കിയത് കയറുകൊണ്ട് പിടിച്ചാണ്ടെന്നാണ് സ്റ്റാർട്ടാക്കണം. അപ്പൊ ഈ ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഞങ്ങൾ മലപ്പുറത്ത് കൂറ്റുന്ന പറയാം. ഞാൻ പിന്നെ നന്നാക്കി പറഞ്ഞ ഒച്ചാന്ന്. അപ്പൊ ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ചത് എങ്ങനെ അറിയാം? ചാട്ടായിട്ടില്ല, ചാട്ടായ കയ്യടിച്ചോളിട്ടോ. ഈ പള്ളിയിൽ വളരെ വേണ്ടാറോടെ കിട്ടാൻ അതൊന്നല്ല. ഈ തേങ്ങ ചെലവുമ്പോൾ വെച്ചാൽ നാളികേര ചെലവുമ്പോൾ വെച്ചാൽ അതെങ്ങനെ അറിയാം? ഇത് ചെലവിനെടുത്തൊന്നും ഒച്ച മാറും. ആ നേരത്തെ കണ്ടേക്ക് എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെലവല്ല. അതെങ്ങനെ അറിയാം?
മുക്കിയുമ്പോ ഇപ്പത്തെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുന്നത്. അപ്പൊ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോ ഉണ്ടായിരുന്ന ആ ചെറിയ ഒച്ചയാണ് അങ്ങോട്ട് കേട്ടില്ലെങ്കിലും കൈയടിച്ചുകൊണ്ട് അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായി. പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയാണെങ്കിൽ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായില്ല. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി എല്ലാരും അടിച്ചോളി. അപ്പഴും ചിർച്ചാക്കി കിട്ടൂല. ഇനി എടുക്കാൻ പോണ നമ്മള് സർക്കസിന് പോയി കഴിഞ്ഞാലേ അവിടെ ഈ മരണക്കിണറിൽ ബൈക്ക് പോണ കാണാം. അപ്പൊ മരണക്കിണറില് ബൈക്ക് ഇങ്ങനെ ഇങ്ങനെ പോകൂലേ, ആ ഐറ്റംസ് എടുക്കാൻ പോണത് കൈയടിച്ചോണ്ടില്ല. ലോക്കൽ വണ്ടിയാണ് മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോഴേ. ഇങ്ങനെ കൈഡ് കിട്ടില്ല, കിട്ടുമ്പോ സന്തോഷം അടിച്ചോളി. എടുക്കാൻ പോണില്ല. ഈ തൊപ്പിട്ട് ആവൂർ അടങ്ങാറ് ആ ഇന്ത്യക്കാര് മുടിയായിട്ട് കൊളാക്കിയതാ. ഇപ്പൊ എല്ലാ പാത്രഷാപ്പിലും ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു, ഓല് ഹിന്ദിയിൽ ഇങ്ങോട്ടും ചോദിച്ചു. രണ്ടു കൂട്ടർക്ക് മനസ്സിലായില്ല. മൊട്ടടിച്ചാക്കി അതിന്റെ ശേഷം തൊപ്പിട്ട് അടക്കാൻ അതെടുക്കും. വേറെ കളത്തിന് എടുത്തരും. കൈയടിച്ചോളി ഉറക്കടിച്ചോളി. ഞാൻ സ്കൂളിൽ പോയ സമയത്തില്ലേ, ഞാൻ ബി എഡ് കഴിഞ്ഞതാ. അല്ല പറഞ്ഞേ തിരിഞ്ഞു പോയത് 8 ബിയില് മൂന്നാമത്തെ കൊല്ലം തോറ്റു കുത്തിരിക്കും. ഞാനും രസാക്കും. മൂന്നാമത്തെ കൊല്ലം ഓന്റെ പേപ്പർ ഞാൻ നോക്കും, എന്റെ പേപ്പർ ഓൻ നോക്കും. അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതിങ്ങാണ്ട് മൂന്നാമത്തെ കൊല്ലം തോറ്റ് ഇങ്ങനെ കുത്തിരിക്കുമ്പോണ്ട് ചെറിയ ചെക്കന്മാര് ഞങ്ങളുടെ ക്ലാസ്സിക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ആകെ ചടിച്ചു. ഞാൻ പറഞ്ഞു, റസാക്കെ നമ്മളിനി ഒരു കൊല്ലറ്റുകളെ കുറിച്ച് പഠിക്കണ്ടേ, നമ്മൾ എവിടെയും പോയിട്ട് ആത്മഹത്യ ചെയ്താലോ ചങ്ങായി എന്ന് പറഞ്ഞപ്പോ റസാക്ക് പറയണേ, ഇപ്പൊ നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാല് അടുത്ത ജന്മത്തിൽ LKG മുതൽ പിന്നീട് തുടങ്ങേണ്ടിരുന്നു. പിന്നെ ആ വൈക്ക് പോയില്ല. അപ്പൊ ഞാൻ എടുക്കാൻ പോണത് ഈ ആൺപ്രാവിന്റെ വെച്ച് പെൺപ്രാവിന്റെ വെച്ച് 2 രീതിയിലാണ്. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചു തരാം. 2 രീതിയിലാണ്. അപ്പൊ ആൺപ്രാവിന്റെ ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവുക. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്. ഇങ്ങനെ അറിയാം. നിങ്ങള് പെരേക്കുന്നവരിങ്ങളെ കാണിച്ചു തരാന്ന്. ഈ താറാവിന്റെ വെച്ച താറാവ് ഇങ്ങനെ ഉണ്ടാവുക. അതേപോലെ നമ്മൾ നേരം വെളുക്കാൻ നേരത്ത് കേൾക്കൂലേ കുയിൽനാദം. കുയിൽനാദം എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഈ ബൈക്ക് പോണ എങ്ങനെ എടുത്തില്ലേ, അത് ഇനി എയറോപ്ലെയിൻ എടുക്കും, ഈ റോക്കറ്റ് എടുക്കും, ഹെലികോപ്റ്റർ ഒക്കെ എടുക്കും. ഹെലികോപ്റ്ററിൽ വെച്ചെടുക്കട്ടെ ഒരു കയ്യടി ഐറ്റംസ് എടുക്കാതെ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ അടിച്ചോളിക്കാൻ. ഹെലികോപ്റ്റർ അവിടുന്ന് ഇങ്ങനെ വന്നങ്ങാണ്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോണ സൗണ്ട് എടുക്കാൻ പോണത്. അതെങ്ങനെ അറിയാം? ചെറിയ ഒച്ച എടുത്ത് കഴിഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ടാ പോയി. അതേപോലെ തന്നെ നമ്മളിപ്പോ മോളിൽ കൂടെ പോണ എടുത്ത് അതേമാതിരി ഇത് ബൈക്കിന്റെ ഒക്കെ എടുത്തില്ലേ, ഇനി ട്രെയിനിന്റെ എടുത്താലോ? ട്രെയിന് തീവണ്ടി നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നിർത്താതെ ഒരു വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാം? ഒറ്റ മിനിറ്റ് അടിച്ചോളി. ലാസ്റ്റ് ആയിട്ടാണ്. അതായത് അങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ പണിക്ക് പോണ സമയത്ത് ഞാൻ ഹെൽപ്പർ ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഓരോന്നും മുറിച്ച്
മുറിക്കല പണി. പലക മുറിക്കുക, PVC പൈപ്പ് മുറിക്കുക, ഇരുമ്പ് മുറിക്കുക, ഓരോന്നിനെ കൊണ്ട് മേസരി ഇങ്ങനെ മുറിപ്പിക്കും. അപ്പൊ നമ്മളൊരു എക്സപ്ലൈൻ കൊണ്ട് നമ്മളൊരു PVC പൈപ്പ് മുറിക്കുമ്പോൾ പൈപ്പിന്റെ തല പിടിച്ചോളെ എങ്ങനെ അറിയാം? PVC പൈപ്പ് എക്സപ്ലൈൻ കൊണ്ട് മുറിക്കാണ്. ഇങ്ങനെ ഉണ്ടായ ഈ പ്ലെയറോട് ഞാൻ അലുമിനിയം ചാലാണ് മുറിക്കുന്നത്. ഒച്ച മാറും, തല പിടിച്ചോളെ. ഇങ്ങനെ ഉണ്ടായ ഇതിന് പ്ലൈവുഡ് മുറിക്കാൻ എങ്ങനെ അറിയാം? പിടിക്കണ്ട, മാറിക്കളി വീട്ടിലുണ്ടോ, പിടിക്കണ്ട. ഇങ്ങനെ ഉണ്ടായ ഈ മുറിച്ചിട്ട സാധനം നമ്മൾ എവിടെയും കൊണ്ട് തുളച്ച് ഫിറ്റ് ചെയ്യില്ല, ഡ്രില്ലിംഗ് മെഷീന്. അപ്പൊ ഡ്രില്ലിംഗ് മെഷീനോട് തുളക്കുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം? പോയി. പിന്നെ നമ്മളെ ഈ പാട്ടിന്റെ ആൾക്കാരെ കാണുമ്പോൾ ഓർമ്മ വരാം, ജാസി ഗിഫ്റ്റ് പറഞ്ഞൊരു പാട്ടുകാരല്ലേ, ആ മൂപ്പര സൗണ്ട് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. എങ്ങനെ വെച്ചാല് നമ്മള് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോ തൊള്ളയിൽ വരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. ഇങ്ങനത്തൊക്കെ വരാൻ പോയി ചെയ്തൊക്കെ ഇവിടെ നിന്നൊക്കെ ചെയ്തൊക്കെ എങ്ങനെ അറിയാം? ഇങ്ങനൊക്കെ പഠിക്കാം. അതായത് നമ്മള് പാട്ട് പാടുമ്പോ തൊള്ളയിൽ വരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. എങ്ങനെ എന്നുള്ള കാണിച്ചു തരാം. അന്നക്കിൽ നീ എന്നിൽ വർണ്ണക്കര വേറി വന്നു, കന്നെക്കിൽ നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. ഞാൻ എടുക്കാൻ പോണെച്ചാല് ഈ കുട്ടികളൊക്കെ കരയുമ്പോല്ലേ അമ്മ മൂളിപ്പാട്ട് പാടി ഇങ്ങനെ ഉറക്കി കൊടുക്കൂലേ. അപ്പൊ കുട്ടിന്റെ കരച്ചിലും അമ്മന്റെ മൂളിപ്പാട്ടും ഒരേ സമയത്ത് കൊളായാലും കൈയടിച്ചോളിട്ട്. അതെങ്ങനെ അറിയാം? കഴിച്ചില്ലായതാണ്. ഞാൻ ഉച്ചക്കില്ല, ഉച്ചക്കൊരു കല്യാണം ഉണ്ടായിരുന്നു നിങ്ങൾ വരുന്നതിന് മുന്നേ. അപ്പൊ അവിടെ താറ്റി ചെറിയ ഫുഡുണ്ടാക്കിയത്. അവിടെ പോയപ്പോ അവിടുത്തെ ഒരു മുളക് കിട്ടി. ആ മുളക് ഞാൻ വെറുതെ കടിച്ചതായിരുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനത്തെ ഒരൊറ്റ മുളകുണ്ടായാൽ മതി, നാളെ മുതല് നിങ്ങളെല്ലാരും മിമിക്രി ആകും. അതായത് മുളക് കടിച്ചിട്ട് എരി വരുമ്പോ നമ്മളങ്ങോട്ട് പറഞ്ഞാൽ മതി. കേരള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെ സൗണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെ അറിയാം? എരി വരുമ്പോ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറെ സൗണ്ട് കിട്ടും. കാണിച്ചു തരാം. ഉമ്മൻചാണ്ടി സാർ മുളകിന്റെ ചുവപ്പ് കണ്ടപ്പോഴേ ഉറപ്പ്. ഇത് എല്ലാം ശരിയാക്കുമെന്ന് ഇപ്പൊ മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ്. പക്ഷെ പാർട്ടി തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈയടിച്ചോളേ. നമ്മള് മുളകടിച്ചിട്ട് നമ്മളെ തൊണ്ടയിലൊക്കെ കൂടി കഴിഞ്ഞാലേ ആകെ ഒരു കരകരപ്പുണ്ടാവും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ സാർ കൊണ്ടിട്ട് കാണിച്ചു തരാം. മുളക് കഴിച്ചതിന് ശേഷം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണല്ലോ. അതിൽ ഏത് ജാതി മുളകായിരുന്നു ഒരു പിടിയില്ല. അടിച്ചോളി. നമ്മള് മുളക് കഴിച്ചിട്ട് നമ്മളെ വയറിനുള്ളിൽ എത്തി കഴിഞ്ഞാല് നമുക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ട സ്ഥലത്ത് ഓടി പോകാൻ തോന്നും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദ സാറ് സൗണ്ട് കാണിച്ചു തരാം. മുളകിട്ട് ചുവപ്പ് കണ്ട് കഴിഞ്ഞപ്പോൾ അണ്ടകടാഹം വരെ കാളിപ്പോയി അടിച്ചോളി. നമ്മള് കഴിക്കണ സമയത്ത് തിന്നുന്ന സമയത്ത് നമ്മൾ അറിയാതെ മുളകാട് കടിച്ചു പോയി കഴിഞ്ഞാൽ അറിയാതെ കടിച്ചു പോകില്ലേ. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോദി സാറ് സൗണ്ട് കാണിച്ചു തരാം. Bangalore, I love you, audience. എല്ലാവരും കൈയടിച്ചോളേ. മിമിക്രി ആർക്ക് വേണേലും പഠിക്കട്ടോ. ഞാൻ ചോദിക്കാൻ മിമിക്രി പഠിക്കാൻ പറ്റും? ആർക്ക് വേണേലും പഠിക്കാം. ഞങ്ങള് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ വിളിച്ചാൽ മതി. ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ എങ്ങനെ വെച്ചാല് ദഫ്മുട്ട്, കോൽക്കളി, ആദിവാസി സംഘം, തിരുവാതിരക്കളി അങ്ങനത്തെ ഐറ്റംസ് പഠിപ്പിച്ചിട്ട് ഞങ്ങളെ ഫീൽഡിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരൊറ്റ ഐറ്റംസ് പഠിക്കണം. എങ്ങനെ ടെക്നിക്ക് എന്നുള്ള നിങ്ങൾക്ക് പഠിക്കാം. എന്റെ ചുണ്ടുമ്പൽ എന്താ പഠിച്ച് എന്റെ ചുണ്ടുമ്പൽ എന്താ ഇങ്ങനെ ആക്കിയില്ലേ. ഇതാണ് മെമിക്രി തുടക്കം. ഇത് എങ്ങനെയാണ് മെമിക്രി ആവുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇത് 3 വീതം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ എന്റെ കൂടുതൽ വിട്ടു പോന്നാ മതി കേട്ടോ.
ഇത് 3 ഇതിൽ ഇട്ടോളി. അപ്പൊ കൊൽപ്പൊളി ഇതിൽ ഇട്ടോളി. അസ്ലം ഖാൻ പഠിക്കണം. അസ്ലം ഖാൻ പഠിക്കണം. അതെ ഓ അടിപൊളി. അപ്പൊ നല്ലൊരു കയ്യടി ഉണ്ട്. ഒബ്രെ ഇനിയിപ്പോ എന്തെങ്കിലും എടുക്കാണോ? കഴിഞ്ഞോ? അപ്പൊ ഇനിയിപ്പോ ഈ വേദിയിലില്ലേ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ സാർ നമ്മുടെ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. പിന്നെ ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല. VS-നെ കാണിക്കുന്നത് ഒരു മിമിക്രി എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി. നിങ്ങൾ ആർക്കും വോട്ട് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് വോട്ട് ചെയ്തോളൂ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ VS-ന്റെ ഗ്രൂപ്പ് കാണിക്കാൻ പോണത് അതിന്റെ മുന്നേ ഒറ്റ ആളെയും കൂടി കാണിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ള അറിയില്ല. എന്റെ ഒരു ഭൂമിക്ക് കാണിക്കുകയാണ്. അതായത് ലീഗ് വീരൻ അറിയാം. ലീഗ് വീരൻ അറിയോ? അറിയില്ല. തിരിച്ചു വരുന്നു അലീനൊരു സീരീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹിറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ അയാളെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചെറിയൊരു കയ്യടി തരുന്നത് കുറിച്ചാണ്. അയച്ചേട്ടോ. അല്ല അച്ഛൻ്റെ വർത്താനം 1000 തെങ്ങൾ നായർക്ക് പല്ലുകുത്ത ഏർക്കില്ലാന്ന് പറഞ്ഞ പോലെ സ്ഥിതി മനസ്സിലായില്ലേ? അടക്കാണി മടിയാക്കാം, കൗമായ പറ്റൂല. ജമീലാർക്ക് കൈ അടിച്ചോളൂ, അല്ല പുറ അടിച്ചാൽ പൊളിച്ചാളോ. മനസ്സിലായി തോന്നുന്നുണ്ട്. അപ്പൊ ഇനി VS അച്യുതാനന്ദൻ സാർ നമ്മുടെ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാൻ പോണത്. കേട്ടൊരു പാട്ട് കൂടെ.